പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അത്ഭുത ദേവാലയമാണ് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി. ഇത് ഭാരതത്തിലെ ഏറ്റവും ആദ്യത്തെ റോമൻ കത്തോലിക്ക ദേവാലയമാണ്. ഈ ദേവാലയത്തിലൂടെയാണ് ഭാരതം മുഴുവൻ ആ പാപ്പയുടെ റോമൻ കത്തോലിക്ക സഭയ്ക്ക് ഭാരതം മുഴുവൻ കൃപ ഒഴുകിയത് ഈ ദേവാലയത്തിലൂടെ. പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു അത്ഭുത സ്ഥലമാണ്. അതുകൊണ്ടാണ് അച്ഛൻ്റെ ശുശ്രൂഷ ഇവിടെ, ഈ ഡെയിലി ഡെലിവറൻസ് ശുശ്രൂഷ ഈ അൾത്താരയിൽ നടക്കുമ്പോൾ അത് ലോകത്തിന് മുഴുവൻ വലിയ അനുഗ്രഹമാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുക. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ, പരിശുദ്ധ കുർബാനയിൽ കർത്താവ് എഴുന്നള്ളിയിരിക്കുക. ദൈവം സത്യമായിട്ട് പരിശുദ്ധ കുർബാനയിലുണ്ട്. ഈ ദേവാലയത്തിൽ നടക്കുന്ന നിരവധിയായ ശുശ്രൂഷകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് ചൊവ്വാഴ്ച ദിവസം. കാരണം ഈ പള്ളിയുടെ ആരംഭം മുതൽ തന്നെ ഈ പള്ളിയിൽ വിശുദ്ധ അന്തോനീസിനോടുള്ള വലിയ ഭക്തിയുള്ള ഒരു സ്ഥലമാണ്. നമുക്കറിയാം, ഇത് ഇറ്റാലിയൻ മെത്രാന്മാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് ഇവിടെയുണ്ട്. നമുക്ക് ഓരോ തിരുശേഷിപ്പുകളെ കുറിച്ച് പറയും. പ്രൈമറി തിരുശേഷിപ്പ്, സെക്കൻഡറി തിരുശേഷിപ്പ് എന്ന് പറയാറുണ്ട്. അതായത് പ്രൈമറി തിരുശേഷിപ്പ് ഏറ്റവും വിശുദ്ധൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുശേഷിപ്പ്, പിന്നെ ആ വിശുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള തിരുശേഷിപ്പ്. പ്രിയപ്പെട്ടവരെ, പാതുവയിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇറ്റാലിയൻ മെത്രാൻ പാതുവയിൽ നിന്ന് കൊണ്ടുവന്ന ആ അത്ഭുത തിരുശേഷിപ്പ്, ഈ പള്ളിയുടെ ആരംഭം മുതൽ തന്നെ ഇവിടെ ആ ഒരു വലിയ ഭക്തി ഇവിടെ ഉണ്ട്. വിശുദ്ധ അന്തോനീസിനോടുള്ള അത്ഭുത തിരുശേഷിപ്പ് ഇവിടെയുണ്ട്. ഇപ്പം ചൊവ്വാഴ്ച ദിവസം രാവിലെ മുതൽ തന്നെ ആളുകൾ വരാറുണ്ട്. അവർക്ക് കൗൺസിലിംഗ് ഉണ്ട്. നല്ല സിസ്റ്റർമാരുടെയും വൈദികരുടെയും അൽമായരുടെയും നേതൃത്വത്തിൽ കൗൺസിലിംഗ്. പള്ളിയിൽ ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കും. ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. കാരണം ഇതൊരു അത്ഭുത ദേവാലയമാണ്. എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചിട്ടും ഒരു ദിവസം മുഴുവൻ തമ്പുരാൻ്റെ മുൻപിൽ ഇരിക്കാനുള്ള അവസരമാണ്. 5 മണിക്ക് ജപമാല ആരംഭിക്കും. വൈകുന്നേരം 5:30 മണിക്ക് പരിശുദ്ധ കുർബാനയാണ്. 6 മണി മുതൽ പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പിശാച ബഹിഷ്കരണ ശുശ്രൂഷ. 8 മണിക്ക് വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ് എഴുന്നള്ളിച്ച് വെച്ച് വിശുദ്ധ അന്തോനീസിനുള്ള നൊവേന 8:30 മണിക്ക് തീരും. പ്രിയപ്പെട്ടവർ, നിങ്ങൾ നേരത്തെ തന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം മുൻകൂട്ടി അറിയിച്ചാൽ ഇവിടെ ധ്യാന കേന്ദ്രത്തിൽ വളരെ കുറഞ്ഞ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കും. എന്നാൽ തിരികെ പോകാനുള്ളവർക്ക് ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഇവിടുന്ന് വാഹന സൗകര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ നിങ്ങളെ അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും ചൊവ്വാഴ്ച ദിവസം ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഫെബ്രുവരി മാസത്തെ അവസാനത്തെ ചൊവ്വാഴ്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയാണ്. പിള്ളേർക്ക് പഠിക്കാനുള്ള ബുദ്ധി, ഓർമ്മശക്തി, പഠിക്കാനുള്ള ആഗ്രഹം, പഠിക്കണം, രക്ഷപ്പെടണമെന്ന ചിന്ത, പഠിച്ച കാര്യങ്ങൾ ഓർക്കാനും പരീക്ഷ നന്നായിട്ട് എഴുതാനും അന്ന് അവരുടെ പരീക്ഷ ഉപകരണങ്ങൾ വെഞ്ചരിച്ചു കൊടുക്കും. അപ്പോൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഒരു പേനയോ ഒരു പെൻസിലോ ഒരു റബ്ബറോ എന്തെങ്കിലും ഒരു ചെറിയ പരീക്ഷ ഉപകരണം അവർ കയ്യിൽ കരുതുക. പ്രിയപ്പെട്ട മക്കളെ, വളരെ അതിശക്തമായ പിശാച ബഹിഷ്കരണ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. താമരശ്ശേരി രൂപതയിൽ തോട്ടുമുക്കം പള്ളിയിൽ അച്ഛൻ്റെ കൺവെൻഷൻ ഈ മാസം 19-ാം തീയതി ആരംഭിക്കുക. സായാഹ്ന കൺവെൻഷനാണ്. ആ ഭാഗത്തുള്ള മക്കൾക്ക് അതിൽ വന്ന് പങ്കെടുക്കാം. അതിനെക്കാട്ടി ഉപരി നിങ്ങൾ ആ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൽ പങ്കെടുക്കുന്നവർക്ക് മാനസാന്തരം, അതിൽ പങ്കെടുക്കുന്നവർക്ക് വിടുതൽ, അവനെ വലിയ അഭിഷേകമുള്ളതാക്കി മാറ്റണം.
2 ശുശ്രൂഷകളാണ് അച്ഛൻ്റെ ഒരുങ്ങുന്നത്. ഒന്ന് ഷാലോമിൽ ഗിരിപ്രഭാഷണം എന്ന പേരിലൊരു ശുശ്രൂഷ, ഷെക്കേന ടെലിവിഷനിൽ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഒരു ഡെലിവറൻസിൻ്റെ കൺവെൻഷൻ ഫെബ്രുവരി 26, 27, 28 വൈകുന്നേരം 9 മണി മുതൽ 10:30 മണി വരെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് വലിയൊരു അനോയിൻറ്റിങ് നിങ്ങൾക്ക് കിട്ടട്ടെ. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന, നിങ്ങളെ മാനസിക രോഗികളാക്കുന്ന, നിങ്ങളുടെ ശരീരത്തെ തളർത്തുന്ന, നിങ്ങളുടെ സമ്പത്തിനെ തളർത്തുന്ന, നിങ്ങളുടെ കുടുംബത്തെ തളർത്തുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിച്ച്, ബന്ധിച്ച്, ശാസിച്ച് ബഹിഷ്കരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈശോയിൽ ആശ്രയിക്കുക. ഈ വചനം രാവിലെയും വൈകുന്നേരവും കേൾക്ക്. ഈ വചനം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടും. നിൻ്റെ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് അപേക്ഷകൾ എഴുതിയിടാം. മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, ദൈവമാതാ കത്തീഡ്രൽ, കോൺവെൻറ്റ് റോഡ്, കോഴിക്കോട് 32. നിങ്ങളുടെ നിയോഗങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വചനം ഏതെന്ന് കേൾക്കാം. ഇന്ന് സങ്കീർത്തനമാണ്, 59-ാമത്തെ അധ്യായം 1-2 വചനമാണ്. വചനം പറയുകയാണ്, എൻ്റെ ദൈവമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിക്കണമേ. നാശകരമായ ജീവികളിൽ നിന്ന്, പ്രകൃതി വിരുദ്ധ ശക്തികളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന്, നിൻ്റെ നാശം ആഗ്രഹിക്കുന്നവരിൽ നിന്ന്, കൂടോത്രങ്ങൾ നിനക്കെതിരെ ചെയ്യുന്നവരിൽ നിന്ന്, സർപ്പദോഷത്തിൽ പെടുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എൻ്റെ ജോലിയെ തകർക്കാൻ നോക്കുന്ന, എൻ്റെ ശുശ്രൂഷകളെ തകർക്കാൻ നോക്കുന്ന, കുഞ്ഞുങ്ങളുടെ പഠനത്തെ തകർക്കാൻ നോക്കുന്ന, കുടുംബങ്ങളെ തകർക്കാൻ നോക്കുന്ന, മദ്യപാനത്തിൻ്റെ ലഹരിയുടെ, തെറ്റായ ബന്ധങ്ങളുടെ, തെറ്റായ ബോധ്യങ്ങളുടെ, തെറ്റായ അറിവുകളുടെ എല്ലാ തിന്മകളെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാശം ആഗ്രഹിച്ചുകൊണ്ടും നമ്മുടെ പറമ്പ് തകർക്കാൻ, വീട് തകർക്കാൻ, കുടുംബം തകർക്കാൻ നോക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കണമേ. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദുഷ്കർമ്മികൾ, അഭിചാരക്കാർ, സാത്താൻ സേവക്കാർ, ബ്ലാക്ക് മാസിൻ്റെ ആൾക്കാർ, നെഗറ്റീവ് എനർജിക്കാർ, അവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്നെ ഉപദ്രവിക്കുന്നവർ, കള്ളക്കേസ് കൊടുക്കുന്നവർ, വഴിയടച്ചു കളഞ്ഞവർ, അയൽക്കാരൻ്റെ അതിരുകല്ല് തോണ്ടുന്നവർ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ, അനാഥരെയും വിധവകളെയും വഴിതെറ്റിക്കുന്നവർ, അവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, ഇതിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് 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 മക്കളെ, സ്തുതിച്ച് 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 പോരെ പരിശുദ്ധാത്മാവേ ഇറങ്ങി വന്ന് രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, പുത്രനും കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അശുദ്ധാരൂപികളിൽ നിന്ന് ഞാൻ മോചിക്കുന്നു. സകലത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വീടുകളെയും മക്കളെയും അവരുടെ പഠനങ്ങളെയും ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെല്ലാവരും പവിത്രീകരിക്കപ്പെടുകയും അങ്ങനെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എല്ലാ രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുത്താനും അവരെ ബാധിച്ചിരിക്കുന്ന പൈശാചിക ശക്തികളെ നിർവീര്യമാക്കാനും കെൽപ്പുള്ള ദിവ്യമായ ഔഷധമായി ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന തീരട്ടെ. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാവിധ
രോഗപീഠകളിൽ നിന്നും പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാവിധ മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും കൈവശ ശക്തികളിൽ നിന്നും മോചനം ലഭിക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. കടങ്ങൾ വിട്ടുമാറട്ടെ. തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. കല്യാണ തടസ്സം വിട്ടുമാറട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ വിട്ടുമാറട്ടെ. പഠന തടസ്സം വിട്ടുമാറട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. കലഹത്തിൻ്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ അത്ഭുതകരമായ ഡെലിവറൻസ്. ആമേൻ. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. കർത്താവെ ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന.